ഒരു അടിപൊളി ഒരു വാഷ് കൗണ്ടർ കാണിച്ചു തരാവേ. നമ്മളിവിടെ ഒരു ചെറിയൊരു സ്പേസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അണ്ടർ മൗണ്ട് വാഷ് ബേസിനാണ് വെച്ചിരിക്കുന്നത്. ബേസിൻ അണ്ടർ മൗണ്ടാണ്. അപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് നമ്മൾ സാധാരണ മറ്റേ മേളിൽ വെക്കുന്ന കൗണ്ടർ ടോപ്പാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോഴേക്ക് ഈ സൈഡിലൊക്കെ വെള്ളം തെറിച്ച് വീഴും. അപ്പോൾ അത് ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഇവിടുന്ന് വൈപ്പ് ചെയ്ത് ഈ ബേസിനിലേക്ക് നമുക്ക് വൈപ്പ് ചെയ്തിടാൻ പറ്റും. ക്ലീനിങ് ഭയങ്കര കംഫർട്ടാണ്. ഇതിൻ്റെ ബാക്ക് വാൾ നമ്മൾ ഒരു വിയറ്റ്നാം ക്ലേ എന്ന് പറയുന്നൊരു സംഭവം, അത് നമ്മുടെ ഇഷ്ടികയുടെ ഷേപ്പ് ഫിനിഷിൽ വരുന്ന ഒരു ടെക്സ്ചർ, ഒരു മാറ്റ് ഫിനിഷ് വരുന്നൊരു സംഭവമാണ്. അതാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഇത് ചെറിയ സൈസിലാണ് വരുന്നത്. ഈ ഒരു പീസ് എന്ന് പറയുന്ന ഒരു സൈസാണ്. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, പക്ഷേ നല്ല ഫിനിഷാണ്. ഇതിൻ്റെ തന്നെ സെയിം ടൈൽസും വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ലൊരു ഷേപ്പ്ലെസ് ആയിട്ടുള്ളൊരു മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോപ്പിൽ നിന്ന് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഈ രണ്ട് ലെഫ്റ്റും റൈറ്റും ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പർഗോളായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്ലോസ് ചെയ്യാതെ അതിൻ്റെ ബാക്കിൽ ഒരു CNC ഡിസൈൻ കൊടുത്തിട്ട് അതിൽ മോസ്കിറ്റോയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് എയറേഷൻ ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എയറേഷൻ, ഇപ്പോൾ ഗ്ലാസ്സിലാണെങ്കിൽ നമുക്ക് എയറേഷൻ കട്ടായി പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഒരു എയറേഷൻ എന്നാൽ പ്ലസ് ഒരു ഭംഗിയും കൂടെ കിട്ടുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ താഴെ ബോട്ടം ഏരിയയൊക്കെ നമ്മൾ ഫുൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫുള്ള് സെപ്പറേറ്റ് ചെയ്ത് സെൻറ്റർ ഏരിയ നമ്മൾ വാഷിൻ്റെ ഒരു യൂണിറ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് ലെഫ്റ്റും റൈറ്റും സ്റ്റോറേജ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്തേക്കുന്നത്.